7 സ്ഥലങ്ങളിൽ സിനിമാ തിയേറ്ററിലോ ഫുട്ബോൾ കളി കാണാനോ ഗാനമേളക്കൊന്നുമല്ല, 7 സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും നടന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിലേക്ക് നടന്നു പോകുന്ന സഹോദരാ, പടച്ചവനെ അതാ ചരിത്രം പറയുകയാണ്. മഹാനായ റബീഅത്ത് ബിൻ ഹുസൈൻ തങ്ങളുണ്ടല്ലോ, പടച്ചവനെ ഒറ്റ വഖ്ത് പോലും മുടക്കിയിട്ടില്ല. അവസാനം രോഗം പിടിച്ചിട്ട് നടക്കാൻ വയ്യ, രോഗം പിടിച്ചിട്ട് നടക്കാൻ വയ്യ. 2 ആൾക്കാരുടെ തോളിൽ കൈയിട്ടിട്ടാണ് തങ്ങൾ അവിടെ നിന്ന് നടക്കുന്നത്. 2 പേരുടെ തോളിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചിലര് ചോദിക്കുന്നു, തങ്ങള് നടക്കാൻ ആരോഗ്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് പിന്നെയും പള്ളിയിലേക്ക് വരുന്നത്? വീട്ടിൽ നമസ്കരിക്കാമല്ലോ. ആ സമയത്ത് മഹാനായ റബീഅത്ത് ബിൻ ഹുസൈൻ തങ്ങളെ പറഞ്ഞത് എന്തെന്നറിയോ? വിജയത്തിലേക്ക് വരൂ. ആ വിളി കേട്ടാ എങ്ങനെ പോകാതിരിക്കാരാ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് നിങ്ങൾ വിജയത്തിലേക്ക് വരൂ എന്ന് റബ്ബിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുന്നത് കേട്ടിട്ട് എങ്ങനെയാ മനസമാധാനത്തോടുകൂടി വീട്ടിലിരിക്കാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് പള്ളിയിലേക്ക് നടക്കുന്നതെന്ന് മഹാനവറുകൾ അവിടെന്ന് പറയുമ്പോ, രോഗം പിടിച്ചാലും നടക്കാൻ കഴിവില്ലെങ്കിലും അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടക്കുന്ന വാപ്പാ, ഒരു ചുവട്ടടി വെറുതെയല്ല, നീ ചവിട്ടുന്ന ഒരു ചുവട്ടടി വെറുതെയല്ല, അത് നാളെ സിറാത്തില് വെക്കുമ്പോ വർഷങ്ങളോളം സഞ്ചരിക്കുന്ന ദൂരം അല്ലാഹു അടുപ്പിക്കുകയാ. പടച്ചവരെ, പെട്ടെന്ന് പോകാം. കോടാനി 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 കൊല്ലം നടന്നാ തീരാത്ത സിറാത്തുണ്ടല്ലോ, നിനക്ക് പെട്ടെന്ന് നടക്കാവാപ്പാ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നവനല്ലേ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടന്ന കാൽച്ചുവട് വെറുതെയല്ല, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടന്ന കാൽച്ചുവട് വെറുതെയല്ല. പെങ്ങളെ, നീ വിചാരിക്കും ഉസ്താദ് ഞങ്ങൾക്ക് ജമാഅത്ത് നമസ്കരിക്കാ പള്ളിയിലേക്ക് പോകാൻ കഴിയില്ലല്ലോ, അവസരം നിങ്ങൾക്കില്ലല്ലോ. പെങ്ങളെ, പേടിക്കണ്ട. അല്ലാഹുവിന്റെ ഇൽമു പറയുന്ന ഈ വഅദിന്റെ സദസ്സിലേക്ക് നടന്നത് വെറുതെയല്ല ഉമ്മ, നടന്നത് വെറുതെയല്ല ഉമ്മ. ഇവിടേക്ക് നടന്ന ഓരോ ചുവട്ടടിയും നാളെ നിനക്ക് സിറാത്തിൽ പ്രയോജനമാ. വഅദിന്റെ സദസ്സുകളിലേക്ക്, സ്വലാത്തിന്റെ സദസ്സുകളിലേക്ക്, നന്മ പറയുന്ന സദസ്സിലേക്ക് നടക്കുന്ന ഓരോ ചുവട്ടടിയുണ്ടല്ലോ, ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പടച്ചവനെ രോഗം പിടിച്ചിട്ടും നടന്നു വന്ന ഉമ്മ, നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എളുപ്പം പോകാം ഉമ്മ. നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാണ്, വാപ്പമാരോട് പറയുകയാ, നിങ്ങൾ വണ്ടിയിലാണ് പള്ളിയിൽ പോകുന്നതെങ്കിലും, നിങ്ങൾ വണ്ടിക്കകത്താണ് പള്ളിയിൽ പോകുന്നതെങ്കിലും, പള്ളിയുടെ മുന്നിലെത്തുമ്പോ പറയണം, മക്കളെ വണ്ടി നിർത്തടാ. എന്ത് ചെയ്യണം? ഇപ്പൊ വണ്ടി പള്ളിക്കകത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ അവിടെ വരെ നമ്മൾ കയറ്റും. പള്ളിക്കകത്ത് വണ്ടി കയറ്റാൻ പറ്റുമെങ്കിൽ അതിനകത്ത് വരെ കയറ്റുന്നവരാ നമ്മൾ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയാ, നടന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നവർ നടന്ന് തന്നെ പോകുക. കാരണം ആ കാൽ ചുവട് നാളെ നിനക്ക് സ്വർഗത്തിലേക്ക് ചവിട്ടാൻ എളുപ്പം ഭാഗ്യം കിട്ടും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ വയ്യാത്ത വാപ്പ ചോദിക്കും, ഉസ്താദെ നമുക്ക് വയ്യല്ലോ. വാപ്പ വയ്യെങ്കിലും നിന്റെ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ ഇവിടത്തെ പള്ളിയുടെ തൊട്ടു മുന്നിൽ കൊണ്ടുപോകുമ്പോ പറയണം, മോനെ ഒന്ന് നിർത്തടാ, ഞാനൊന്ന് നടക്കട്ടെ. വണ്ടി പള്ളിയുടെ മുന്നിലെത്തുമ്പോ പറയണം, മോനെ ഒരു 10 ചുവട്ടിടിയെങ്കിലും വാപ്പ ഒന്ന് നടക്കട്ടേടാ. അല്ലാഹുവേ, സിറാത്തി എളുപ്പത്തിൽ കടക്കാൻ പെടാ മോനെ, നടന്ന് ഒരു 10 ചുവട്ടിടിയെങ്കിലും നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു വേണം പോകാൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങൾ ചെറുപ്പക്കാരെന്റെ മുഖത്ത് നോക്കുന്നു, ഉസ്താദ് ഇത് പള്ളി പോകുന്നവർക്കല്ലേ?
പള്ളി നിസ്കരിക്കാൻ പോകുന്നവനല്ലേ നടക്കേണ്ടത്. പോകാത്ത എനിക്ക് വെള്ളിയാഴ്ച മാത്രം ജുമാക്ക് പോണേ, എനിക്കിപ്പോ എന്താ ഇല്ലേ? വെള്ളിയാഴ്ച മാത്രം ജുമാക്ക് ഇമാം അങ്ങട്ട് വാലെടുക്കുമ്പോ ചാടി കയറണേ, എനിക്കിപ്പോ അതൊന്നും ബാധകം ഇല്ലല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ മഹത്വം ഞാൻ പറയണില്ല, എല്ലാവർക്കും അറിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞൊന്നും മതിയല്ലോ. ജമാഅത്തായി നിസ്കരിച്ചാൽ പൊന്നുമോനെ 27 ഇരട്ടി പ്രതിഫലമുണ്ടെന്നല്ലേ. നമസ്കാരം നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ലല്ലോ. നിസ്കാരത്തിന് വല്ലാത്ത മഹത്വവും പവിത്രതയും സ്ഥാനവും മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അവസാനം മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ ആ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ മുത്തുനബി ഓർമ്മപ്പെടുത്തിയത് ഹജ്ജിന് പോകണമെന്നല്ല, ഉംറ ചെയ്യണമെന്നല്ല, സദക്ക കൊടുക്കണമെന്നല്ല. അള്ളാഹുവിന്റെ റസൂൽ ആ വഫാത്തിന്റെ വേളയിലും ഓർമ്മപ്പെടുത്തിയത് നിസ്കാരത്തെ കുറിച്ചായിരുന്നു. നിസ്കരിക്കണമെന്നായിരുന്നു. നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കരുതെന്നായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പൗരത്വ ബില്ലൊക്കെ പാസാക്കി. എന്തുകൊണ്ട് പാസാക്കി? ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. എന്തുകൊണ്ട് സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അള്ളാഹു ഈ യുവന്മാരെയൊക്കെ നമുക്കെതിരെ കൊണ്ടുവരാനുള്ള കാരണം എന്താ? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ നമ്മുടെ കയ്യിലിരിപ്പുണ്ട് തന്നെ. നമ്മളൊക്കെ അള്ളാനെ വഴിപ്പോ ബാബരി മസ്ജിദ് പോയി. എന്തുകൊണ്ട് പോയി? എല്ലാ നിയമങ്ങളും നമുക്കെതിരായി. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇവന്മാരെ നമ്മൾ ഭയക്കുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കാനുള്ള കാരണം നമ്മുടെ കയ്യിലും പല പോരായ്മകളുണ്ട്. എന്തുകൊണ്ട് സഹോദരങ്ങളെ? ഇന്ത്യ മഹാരാജ്യത്ത് 25 കോടി മുസ്ലിമീങ്ങളുണ്ട്. ഈ 25 മുത്തുനബി പറഞ്ഞു, ലോകത്തെ ഏറ്റവും വലിയ ആയുധ മാറ്റം പോകുമ്പോ മിസൈലുകളോ തോക്കുകളോ ഒന്നുമല്ല, ഒരു മുസ്ലിമിന്റെ ദുആ, ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഒറ്റ വെള്ളിയാഴ്ച ജുമായ്ക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റ ദുആ ചെയ്തപ്പോ വെള്ളമൊക്കെ പോയില്ലേ? മഴയൊക്കെ നിന്നില്ലേ? എങ്ങനെ നിന്ന് സഹോദരൻ? നമ്മൾ ദുആ ചെയ്തപ്പോ നിർത്തി. പക്ഷെ ആ ദുആ നമ്മൾ ഇപ്പം ചെയ്താൽ നമുക്ക് സഹായം കിട്ടുന്നില്ല. അതിന്റെ കാരണം എന്ത്? ഇന്ത്യയിലെ 25 കോടി മുസ്ലിമീങ്ങൾ ഒരൊറ്റ വെള്ളിയാഴ്ച മനസ്സറിഞ്ഞിട്ട് ഒരൊറ്റ ദുആ ചെയ്താൽ പിന്നെ ഒരുത്തരും കാണൂല എവിടെങ്ങും. പക്ഷെ നമ്മൾ ദുആ ചെയ്യാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്താൽ സ്വീകരിക്കുന്നില്ല. അതിന്റെ കാരണം നമ്മൾ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. അള്ളാഹിൽ നിന്ന് നമ്മൾ അകന്നപ്പോ അള്ളാഹു ഇങ്ങനെയൊക്കെ നമ്മളെ പീഡിപ്പിക്കാൻ തുടങ്ങി. അള്ളാഹു നമുക്ക് നന്നാകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നന്നാകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ആദ്യം നന്നാകും. നമുക്ക് ഇതിനകത്ത്, ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് നമുക്ക് പഠിക്കാൻ വലിയൊരു പാഠമുണ്ട്. പഴയ ആൾക്കാര് പറയും ശത്രുവിന്റെ ഉപദ്രവം ചില സമയത്ത് ഉപകാരം എന്നാ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇവന്മാരുടെ, ഞാൻ സത്യം പറഞ്ഞ ഇവന്മാരെ അനുമോദിക്കണം ഒരു കാര്യത്തിൽ. ഏത് കാര്യത്തില? ഇവന്മാരെ കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ഇവന്മാരെല്ലാരെയും കൊണ്ട് നമുക്കൊരു ഗുണമുണ്ടായി. എന്താ ഗുണമെന്ന് പറയട്ടെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമുദായം 5 തട്ടിലായിരുന്നു. കൈ എവിടെ കെട്ടണം, കുനൂത്ത് ഓതണം, മരിച്ചവര് കേൾക്കുവോ, ഖബർ സിയാറത്തുണ്ടോ, ഇതൊക്കെയായിരുന്നു വിഷയം. ഇവരെല്ലാവരെയും കൂടെ ഒന്ന് ഒരുമിപ്പിക്കാൻ ആരൊക്കെ നോക്കി? ഇവിടെ മുസ്ലിം സംഘടനകളെ മുഴുവനും ഒരുമിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ നോക്കി? ഇന്ന് വരെ നടന്നു. തലകുത്തി നടന്നവരൊക്കെ പോയി, മടുത്തിട്ട് അവരൊക്കെ പള്ളിപ്പറമ്പി വരെ പോയി. പക്ഷെ ഇവന്മാരെല്ലാരും കൂടെ ഒറ്റ നിയമം പാസ്സാക്കിയപ്പോ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി. ആലോചിക്കുക, ഇവരൊരൊറ്റ നിയമം പാസ്സാക്കിയപ്പോ കൊടിയുടെ നിറവില്ല, നീ കൈ എവിടെ വേണമെങ്കിലും കെട്ടിക്കോ, കാല് കെട്ടിക്കോ. ഇപ്പൊ എല്ലാം ഒറ്റയടിക്കല്ലേ ഇറങ്ങുന്നത്. അതൊരു ഉപകാരമില്ലേ സഹോദരങ്ങളെ? ഇവരെ കൊണ്ട് നമുക്കുണ്ടായ ഒരു ഉപകാരം. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ഈ ഒത്തൊരുമയാ നമുക്ക് വേണ്ടത്. അപ്പൊ അവന്മാരുടെ ചില സമയത്ത് ശത്രുവിന്റെ ഉപദ്രവം ഉപകാരാവുന്ന. അപ്പൊ അതുകൊണ്ട് ആ കടക്കോക്കന്മാർക്ക് നന്ദിയെ നമ്മൾ പറയേണ്ടത്. ശരി, അള്ളാഹു നമുക്ക് ഹിദായത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, എല്ലാ പ്രശ്നത്തിനും കാരണം നമ്മൾ അള്ളാഹയെ മറന്നുപോയതാണ്. നമ്മൾ അള്ളാഹനെ മറന്നതുകൊണ്ടാ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ചെറുപ്പക്കാർ ചോദിക്കും, ഉസ്താദ് എന്തിനാ ഉസ്താദ് നിസ്കരിക്കുന്നത്? അത് വല്ലപ്പോഴും പോയാ പോരെ, ഇല്ലേ? വല്ലപ്പോഴും പോയാ പോരെ. അത് സമയം കിട്ടുമ്പോ ഒന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കണം. എന്തിനാ 5 വഖത്തൊക്കെ പോണത്? വല്ല അസറും മഗ്രിബും ഒക്കെ സമയം കിട്ടുമ്പോൾ നിസ്കരിച്ചാൽ മതി. ഈ പ്രായമുള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. നമുക്കൊന്ന് ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? ഇപ്പൊ ഇവിടൊക്കെ വെള്ളമല്ലായിരുന്നു, കുറച്ചൊക്കെ ഇല്ലേ? വെള്ളം ഇല്ലായിരുന്നു അപ്പൊ അന്ന്. എന്നാ വെള്ളപ്പൊക്കമായിരുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട, ഞാനിവിടെ അടുത്തൊരു വന്നപ്പോഴത്തേക്കൂടെ വെള്ളം ഇങ്ങനെ ഒലിക്കുക. എല്ലാരും വലിയ പേടിയിലായിരുന്നു.
കുഴപ്പമില്ല, എങ്ങോട്ട് നോക്ക്, എല്ലാം ഉണ്ടാകും. ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിൽ സഈർ. സ്വർഗത്തിന്റെ അവകാശികൾ ഉണ്ടാകും, നരകത്തിന്റെ അവകാശികൾ ഉണ്ടാകും. സ്വർഗത്തിൽ ആള് കുറവും, നരകത്തിൽ ആള് കൂടുതലും. അള്ളാഹു നമ്മളെ എവിടെ കൂട്ടണോ നിങ്ങൾ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിന്റെ അവകാശികൾ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചെറുപ്പക്കാര് ചോദിക്കും, നിസ്കരിച്ചാൽ എന്ത് കിട്ടും? ഒറ്റ ഞാൻ പറയണില്ല, എന്റെ വയത് കേൾക്കണ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ ഉപകാരം വന്നപ്പോ, ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് ഇവിടെ ഓടിയപ്പോ എനിക്ക് പറഞ്ഞത്, നിസ്കരിച്ച എന്ത് കിട്ടുമെന്നറിയോ? അല്ല പറയുകയാ, മരിക്കുന്ന കാലം വരെ ഈ ചെട്ടിപ്പടിയിലെ ഒരു വീടിന്റെ അകത്ത് അള്ളാഹു പട്ടിണി കൊടുക്കില്ല എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഈ നാട്ടിലെ ഒരു വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടാകില്ല. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അങ്ങനെ ആകണോ? നരേന്ദ്രമോദിയല്ല, ദജ്ജാല് ഭരിച്ചാലും നിന്റെ വീട്ടിൽ നിനക്കും പെണ്ണും പിള്ളയ്ക്കും തിന്നാൻ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നീ ഒരു വീട്ടിലും പിരിവിന് പോകണ്ട, ഒരു സംഘടനകൾക്ക് മുന്നിലും പോകണ്ട. 3 നേരമല്ല, 5 നേരം നിനക്കും പെണ്ണും പിള്ളയ്ക്ക് എല്ലാ ദിവസവും ഖിയാമത്ത് നാൾ വരെ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്റെ വീട് അങ്ങനെ ആകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കുകയും. ആഗ്രഹം മാത്രം മതിയോ? ആഗ്രഹം മാത്രം പോരാ, ഒരു കാര്യം ചെയ്യണം. അങ്ങനാണല്ലോ, ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മരിക്കുന്ന കാലം വരെ അള്ള തരും ഭക്ഷണം. നീ ആരും പേടിക്കണ്ട ട്ടാ. നിനക്ക് 50 മക്കളുണ്ടെങ്കിലും ഭർത്താവിന് ജോലിയുണ്ടോ ജോലിയില്ലേ അതൊന്നും നമുക്കറിയണ്ട. മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് നിനക്കും മക്കൾക്കും തിന്നാനുള്ളത് പടച്ച റബ്ബ് വരും. പക്ഷെ ഒറ്റ കാര്യം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ നിനക്കും പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നണമെങ്കിൽ നിങ്ങൾ ചെയ്യും. എനിക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? കൈവക്കിക്കേ. തേങ്ങയൊക്കെ വെട്ടി മാറ്റിയത് കാര്യമായി. എന്ത് ചെയ്യണമെന്നറിയോ? അള്ളാഹു പറയുകയാ, ഞാനല്ല പറഞ്ഞത്, ഖുർആന പറഞ്ഞു. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ, സൂറത്തു ത്വാഹ. അള്ളാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖ്. അല്ലാഹു പറയുകയാ, ഈ ചെട്ടിപ്പടിയിലെ ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് 5 വഖത്ത് നമസ്കാരം നടക്കുന്നുണ്ടെങ്കിൽ മരിക്കുന്ന കാലം വരെ അള്ളാഹു ആ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആർക്ക് വേണമെങ്കിൽ പോയിട്ട് ഏത് തഫ്സീർ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ, ഖുർആനിന്റെ ഏത് പരിഭാഷ വേണമെങ്കിലും നിങ്ങൾ വായിച്ചു നോക്ക്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹു പറയാ, ഞാനാ റബ്ബ്, ഞാനാ റിസ്ക് തരുന്നവൻ, നീയല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 5 വഖത്ത് നീ നിസ്കരിക്കണം, പെണ്ണും പിള്ളയെ മക്കളെ നിസ്കരിപ്പിക്കണം. മോടി ഭരിച്ചാലും കാലം ഭരിച്ചാലും ഭക്ഷണം ഞാൻ തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്തൂടെ? മരിക്കുന്ന കാലം വരെ ഭക്ഷണത്തിന് തടസ്സം ഉണ്ടാകാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൈപൊക്കിക്ക്. മരിക്കണ കാലം വരെ പട്ടിണി ഉണ്ടാകില്ല, ഭക്ഷണം. ഖുർആനിലെ 2 ആയത്താരെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓതിയാൽ അള്ളാഹു ഒരിക്കലും അവനെ പട്ടിണിക്കിടില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. നിങ്ങൾ എന്താ വിചാരിച്ച ഖുർആൻ വെറുതെയാന്ന്? എന്റെ സഹോദരി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് അള്ളാന്റെ ഖുർആനിലെ ഒറ്റ 2 ആയത്തുകൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകൾ നീ ഓതിയാൽ മരിക്കണ കാലം വരെ അള്ള നിന്നെ പട്ടിണിക്കിടൂല. നിന്നെയോ നിന്റെ ആരോതുന്നോ അവരെ മരിക്കണ കാലം വരെ അള്ളാഹു പട്ടിണിക്കിടൂല. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ വേണോ? എല്ലാം ഇങ്ങനെ കേട്ടിട്ട് കളയാതിരിക്കുക. ഇൻഷാ അല്ലാഹ് അവസാനം പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അല്ലാഹ് പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹു പറയുകയാണ്, ഒന്നാമത്തെ പ്രതിഫലം ചെട്ടിപ്പടിയിലുള്ള ഓരോ ചെറുപ്പക്കാരോടും, ഓരോ വാപ്പയോടും, ഒരുപാട് ഉമ്മമാരോട് അല്ലാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ അല്ലാഹു നിനക്ക് റിസ്ഖ് മുടക്കൂല. അല്ലാഹു
അല്ലാഹു മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് ഭക്ഷണം തരും. 2 വൽആഖിബത്തു ലിത്തഖ്വാ. ഒരുപാട് പേരുടെ മയ്യത്ത് വെള്ളിയാഴ്ച കബറടക്കിയ ചെറുപ്പക്കാരാ, ഒരുപാട് പെണ്ണുങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട പെങ്ങള്, നിനക്കൊരു നല്ല മരണം വേണോ ആയിഷ? നിനക്കൊരു നല്ല മരണം വേണോ ഫാത്തിമ? നിനക്കൊരു നല്ല മരണം വേണോ ആമിന? നിസ്കരിക്കു പെണ്ണേ, നിസ്കരിക്കു പെണ്ണേ. മയ്യത്ത് കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിക്കാനുള്ള അവസരമാ അല്ലാഹു തരുന്ന പ്രതിഫലമാണ് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, നിസ്കാരം ഉപേക്ഷിക്കല് മക്കള്. എന്റെ ഉമ്മമാരോട് പറയുകയാ, ഭർത്താവിനെ നിർബന്ധമായിട്ടും പള്ളിയിൽ പറഞ്ഞു വിടൂ. നിന്റെ മക്കളെ പറഞ്ഞു വിടൂ. നീയാണ് നിന്റെ ഭർത്താവിനെയും മക്കളെയും നന്നാക്കേണ്ടത്. നിന്നെ കൊണ്ടതിന് കഴിയുമല്ലോ. ലോകത്ത് എത്രയോ പെണ്ണുങ്ങളെ തലതിരിഞ്ഞ ഭർത്താവിനെ നന്നാക്കിയ ചരിത്രമുണ്ട്. തലതിരിഞ്ഞു പോയ മക്കളെയും നന്നാക്കിയ ചരിത്രമുണ്ട്. പക്ഷേ വീടിലെ പെണ്ണ് പിഴച്ച പോയി പെങ്ങളെ, പറഞ്ഞിട്ട് കാര്യമില്ല പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട്, പടച്ചവനെ, ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഖുർആനിലെ ഈ 2 ആയത്ത് ഓതിയാ മരിക്കുന്ന കാലം വരെ അല്ലാഹ് അന്നം മുടക്കൂല. അത് വീടിന്റെ അകത്താകട്ടെ, അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് കെട്ടുന്ന ജയിലിന്റെ അകത്താകട്ടെ, എവിടെയാണെങ്കിലും ഈ ആയത്തോതിയാ അല്ലാഹു മരിക്കുന്ന കാലം വരെ നിനക്ക് അന്നം മുടക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ നടക്കടാ. ഫുട്ബോൾ കളി കാണാൻ കൊച്ചി വരെ പോകുമല്ലോ, ക്രിക്കറ്റ് കളി കാണാ തിരുവനന്തപുരം വരെ പോകുമല്ലോ. മോനെ എന്തേടാ പള്ളിയിലേക്ക് നടക്കാത്തത്? വാപ്പാ, പള്ളിയിലേക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ നടന്നു പോകാൻ പറഞ്ഞാ നിനക്ക് ആരോഗ്യമില്ല. പക്ഷേ കൊളസ്ട്രോള് കൂടി, ബ്ലോക്ക് വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു നടന്നില്ലെങ്കിൽ തീർന്നു പോകുമെന്ന്. പാപ്പ പള്ളി പോ, നടക്കാൻ വയ്യ. പാപ്പ പള്ളി പോ, നടക്കാൻ വയ്യ. ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോള് കൂടുതലാ, നടക്കണം, ഇല്ലെങ്കിൽ ചത്തുപോകും. ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ എന്താ പറഞ്ഞേ? എടാ പള്ളിയിൽ അല്ല പറഞ്ഞു നടക്കട പള്ളി. വയ്യസ്താതെ, നടുവേദന, ആ വേദന, ഈ വേദന, ഒരു ചുവട്ടടി വെക്കാൻ വയ്യ. വയ്യാതെ പൊക്കിയെടുത്ത് തിരൂര് കൊണ്ടുപോയി, അല്ലെങ്കിൽ കോഴിക്കോട് കൊണ്ടുപോയി, നിംസി കൊണ്ടുപോയി, കിംസി കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാ വാപ്പ, രാവിലെ എഴുന്നേറ്റ് നടക്കണം, ഇല്ലെങ്കിൽ നീ ചാവും. എഴുന്നേറ്റ് പോവോ? അലച്ചിക്ക്. പെണ്ണും പിള്ള അലാറം വെക്കും. ജീവിതത്തിൽ ഇന്ന് വരെ അവൾ എഴുന്നേറ്റിട്ടില്ല. അവൾ 5 മണിക്ക് അലാറം വെച്ചിട്ട് എഴുന്നേക്ക്, സ്വർഗത്തിൽ പോകാം, എഴുന്നേക്ക്. രാവിലെ വിളിച്ചുണർത്തിയിട്ട് പറയും ബാ നടക്കാൻ പോകാം. കൂട്ടിന് അവളും വരും. ഭർത്താവിനെ ഒറ്റയ്ക്ക് വിടൂല, അത്രയും സ്നേഹം. രാവിലെ 4 മണിക്ക് 5 മണിക്കൊക്കെ ഇങ്ങനെ നടക്കുന്ന കാണാം റോഡിലൂടെ. ഭർത്താവ് ഇങ്ങനെ നടക്കും, ഭാര്യ ഒരു കമ്പും കൈ വെച്ചിട്ടുണ്ട്, പട്ടി വന്നാതല്ല. എന്തൊരു സ്നേഹമെന്നറിയാം. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയണ പോലെ. എന്നാ ഏതെങ്കിലും നിന്റെ കെട്ടിയവന് രാവിലെ സുബഹിക്ക് പള്ളി പറഞ്ഞു വിട്ട് നോക്ക്, കൊളസ്ട്രോൾ അല്ല, ഒരു രോഗം ഉണ്ടാവില്ല. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും. എന്റെ പ്രിയമുള്ളവരെ, ശാസ്ത്രം യൂട്യൂബിലൊക്കെ കയറി നോക്ക്, എല്ലാ അസുഖം മാറാനുള്ള എളുപ്പവഴി. ഏകദേശമുള്ള പ്രായമുള്ളവര്, ഏകദേശമുള്ള സർവ്വ രോഗങ്ങളും മാറാനുള്ള എളുപ്പവഴി എന്തെന്നറിയോ? പണ്ടുള്ള നിന്റെ വാപ്പായിക്ക് പ്രഷർ ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. 100, 110 വയസ്സൊക്കെ ജീവിച്ചിരിക്കുന്നു. പണ്ടത്തെ ഉമ്മമാരുടെ ആരോഗ്യമൊക്കെ പറയണോ? പണ്ടത്തെ ഉപ്പാടെ ഉമ്മാടെയൊക്കെ ആരോഗ്യം പറയണോ? ഇപ്പൊ അത് 25 ആയാലും ഒടിഞ്ഞൂത്തി അടക്കാം നമ്മുടെ മക്കളൊക്കെ. എന്തുകൊണ്ട് സഹോദരങ്ങളെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പള്ളിയിലേക്ക് നടക്ക്. ശാസ്ത്രം പറയുന്നു ചെരുപ്പിടാതെ 10 മിനിറ്റ് നടന്നാ മതി.
സർവ്വരോഗവും മാറും. ശാസ്ത്രം കണ്ടുപിടിച്ചത് ഒരു മനുഷ്യൻ ചെരുപ്പിടാതെ 10 മിനിറ്റ് നടന്ന അവന്റെ സർവ്വരോഗവും മാറുമെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. 1400 കൊല്ലം മുമ്പ് മുത്തുനബി പറഞ്ഞു പള്ളി നടന്നു പോകാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചെരുപ്പില്ലാതെ തറയിലൂടെ നടക്ക്. ചെരുപ്പില്ലാതെ തറയിലൂടെ നടക്കുമ്പോ കാലിന്റെ അടിയിൽ കല്ലുകൾ കൊണ്ട് നമ്മുടെ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല നിലയിൽ നടക്കും. അപ്പൊ തന്നെ ഏകദേശമുള്ള രോഗം മാറുന്ന. നാളെ മുതൽ ചെരുപ്പില്ലാതെ നടന്നു നോക്കണം എല്ലാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ആഫിയത്ത് ആരോഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ആഫിയത്ത് ആരോഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പെങ്ങളെ, രോഗം മാറണോ? രാവിലെ നീ എഴുന്നേറ്റ് ഭർത്താവിനെ വിളിച്ചുണർത്തി പള്ളിയിൽ പറഞ്ഞു വിട്. കൂടെ മോനെയും പറഞ്ഞു വിട്. അൽഹംദുലില്ലാഹ്, ഹാപ്പിയാകും ജീവിതം. നാളെ മുതൽ നല്ലൊരു ദിവസവാ. നാളെ സുബഹിക്ക് ഭർത്താക്കന്മാരെ മുഴുവനും പള്ളി പറഞ്ഞു വിടണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദ്, ജീവനുണ്ടെങ്കിൽ എന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തുന്ന നിയ്യത്ത് ചെയ്യുന്ന പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈവക്കിക്കേ. അതിന് നീ എഴുന്നേക്കണ്ടേ? ആദ്യം നീ എഴുന്നേറ്റാലല്ലേ നിന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തു. നാളത്തെ നിന്റെ ജോലി, നാളെ രാവിലെ നിനക്ക് ജീവനുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തണം. പള്ളി പറഞ്ഞു വിടണം. പള്ളി പറഞ്ഞു വിടണം. നാളത്തെ സുബഹി നിനക്കൊരു നല്ല തുടക്കമാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളോ ഭാര്യയെ വിളിച്ചുണർത്തൂലേ? ഭാര്യയെ വിളിച്ചുണർത്തൂലേ? ഉസ്താദ്, ആ കാര്യം ഓർമ്മിപ്പിക്കല്ലേ അല്ലേ? ഉസ്താദ്, ആ കാര്യം തന്നെ ഓർമ്മിപ്പിക്കല്ലേ? ഭാര്യയെ വിളിച്ചുണർത്തുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കിക്കുക, ഭർത്താക്കന്മാർ. അൽഹംദുലില്ലാഹ്, ആ കാര്യത്തിൽ നമ്മൾ ഉഷാറ. ചവിട്ടി തറയിട്ടേക്ക ഉസ്താദെ. ചവിട്ടി തന്നെ തറയിലിട്ടിട്ട് അവളെ വിളിച്ചുണർത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്ന ഈ സ്വഹാബി പറയുകയാ, നിന്നെ എന്റെ മുത്തുനബി കണ്ടിരുന്നെങ്കിൽ സ്നേഹിക്കുമായിരുന്നു. അതിന്റെ രണ്ടാമത്തെ കാരണം, അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ മരിക്കണ കാലം വരെ ഒരൊറ്റ വഖത്ത് മുടക്കാറില്ല. പള്ളിയിലേക്ക് നടന്നുപോയി ജമാഅത്തായി നിസ്കരിക്കുമായിരുന്നു. മരിക്കുന്ന ദിവസവും പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിച്ചിട്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, അല്ലാഹുവേ, മരിക്കുന്ന ദിവസവും അവസാനത്തെ വഖത്തും ഖളയാക്കാതെ നിസ്കരിച്ചു മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 12 മണിയായി. ഇൻഷാ അല്ലാഹ് ഒറ്റ ആയത്ത്, ഖുർആനിലെ ഒരായത്ത്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകനദാ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ് സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഈ സ്വഹാബിയുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ സ്വഹാബി ഒരു സഹാബിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഒരു ആവശ്യത്തിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകന് സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു അൻസാരിയായ സഹാബിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, ആ അൻസാരിയായ സഹാബിയുടെ വീട്ടിലേക്ക് പോകുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ നിന്ന് കുളിച്ചുകൊണ്ട് നിൽക്കുകയാ. കേക്കടാ ചെറുപ്പക്കാരാ, ആ ചെറുപ്പക്കാരൻ പോകുമ്പോ സ്വഹാബിയുടെ ഭാര്യ നിന്ന് കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പടച്ചവനെ, സ്വാഭാവികമായൊന്ന് നോക്കിപ്പോയി. അതാ പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുന്നതൊന്ന് നോക്കിപ്പോയി. പെട്ടെന്ന് കണ്ണങ്ങ് താഴേക്ക് താഴ്ത്തി. പടച്ചവനെ, പിന്നെയും മനസ്സു പറഞ്ഞു നോക്കാൻ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പിന്നെയും നോക്കി. പിന്നെയും മുഖമങ്ങ് താഴേക്കാക്കി. മൂന്നാമത് നോക്കാൻ കണ്ണുയർത്തുമ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, ഞാൻ പാപം ചെയ്ത് കളഞ്ഞല്ലോ റബ്ബേ, ഞാൻ പാപിയായി പോയല്ലോ റബ്ബേ, എന്നെ അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞു വിട്ടത്. പടച്ചവനെ, ഒന്നാമത് നോക്കിയത് അല്ലാഹു പുറത്തു തരും, രണ്ടാമത് നോക്കിയത് പാപമാണല്ലോ. അന്യ പെണ്ണ് കുളിക്കുന്നത് കണ്ട ഈ കണ്ണ് എങ്ങനെയാണ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് പോയിട്ട് ഈ കണ്ണ് കൊണ്ട് നോക്കുന്നത്? ഞാൻ
സഹാബിയായി പോയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെങ്ങാനും ഇത് മലക്ക് വഹി എത്തിച്ചു കൊടുത്താ പിന്നെ പടച്ചവനെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു വിട്ട സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോടുകയാണ്. അവിടെ നിന്ന് നിലവിളിച്ചു കൊണ്ടുപോടുകയാ. അതാ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള മലഞ്ചെരുവിലേക്ക് പോടുകയാണ്. പടച്ചവനെ പിന്നെ ഈ ചെറുപ്പക്കാരൻ ആരും കണ്ടില്ല. ദിവസങ്ങളോളം കഴിഞ്ഞു. 40 ദിവസമായിട്ട് ഈ ചെറുപ്പക്കാരനെ കാണാനില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് വഹിയുമായി കടന്നു വന്നു. ആ വഹിയുമായി കടന്നു വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, നരകത്തിന് ഭയന്നുകൊണ്ടൊരു ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് നടക്കുന്നു നബിയേ. അല്ലാഹു അവന്റെ തൗബ സ്വീകരിച്ചു നബിയേ. അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് വഹി അറിയിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് അപ്പോഴാണ് സഅലബയെ ഓർമ്മ വന്നത്. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ അപ്പോഴാണ് ഓർമ്മ വന്നത്. 40 ദിവസമായി മുത്തുനബിയുടെ മുന്നിൽ പോയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടിട്ട് 40 ദിവസമായി. അല്ലാഹുവിന്റെ പ്രവാചകന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങളെ അടുത്ത് വിളിച്ചു. സൽമാൻ തങ്ങളെയും അടുത്ത് വിളിച്ചു. രണ്ടുപേരോടും പറഞ്ഞു, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എവിടെയുണ്ടെങ്കിലും എന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ ഉമർ തങ്ങളും സൽമാൻ തങ്ങളും തിരഞ്ഞു നടക്കുകയാ. അല്ലാഹ് പടച്ചവനെ, മക്കയും മദീനയും മുഴുവനും തിരയുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞു നടന്ന് സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുന്നില്ല. അവസാനം വൈകുന്നേര സമയമായി. അതാ സൂര്യൻ അസ്തമിക്കാ സമയമായി. ആ സമയത്ത് റബ്ബേ, അതാ ആട്ടിടയനായ ഒരു മനുഷ്യനുണ്ടല്ലോ. ആട്ടിടയനായ ഒരു മനുഷ്യനുണ്ടല്ലോ. ആ മനുഷ്യന്റെ അടുക്കൽ ചോദിച്ചു ഒരു ചെറുപ്പക്കാരനെ കണ്ടോ. അതാ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ചോദിക്കുമ്പോ ആട്ടിടയും പറയുകയാ, വൈകുന്നേര സമയമാകുമ്പോ അതാ മുടിയെല്ലാം ജടപിടിച്ച ഒരു ചെറുപ്പക്കാരൻ പഠിച്ചവരെ ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹുവേ, അതാ ഒരു ആട്ടിടയനായ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും അവസാനമാ വൈകുന്നേര സമയത്ത് ആ പർവ്വതത്തിന്റെ ഭാഗത്തുകൂടെ തിരഞ്ഞു തിരഞ്ഞു നടക്കുകയാണ്. അവസാനം നോക്കുമ്പോ പാതിരാത്രിയായപ്പോ മലയുടെ ഉൾഭാഗത്ത് നിന്ന് മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ നിലവിളിച്ചുകൊണ്ട് ഓടി വരികയാ. വസ്ത്രങ്ങൾ മുഴുവനും കീറിപ്പറിഞ്ഞിട്ടുണ്ട്. മുടിയെല്ലാം ജടപിടിച്ചിട്ടുണ്ട്. ഒരു ഭ്രാന്തനെ പോലെ നിലവിളിച്ചുകൊണ്ട് പർവ്വതത്തിന്റെ ഉള്ളറയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടി വന്നിട്ട് പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലേക്ക് കടന്നു വന്നിട്ട് മണ്ണിൽ കിടന്ന് ഉരുളുകയാ. മണ്ണ് വാരി തലയിലിടുകയാ. പടച്ചവരെ, മരിച്ചാ മതിയായിരുന്നു തമ്പുരാര്. എന്റെ റൂഹങ്ങ് പിടിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. ഈ പാപിക്ക് പുറത്തുതാ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാര്, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ചെറുപ്പക്കാര് പടുത്തു കിടക്കുന്ന മലരാരണ്യത്തില് അല്ലാഹുവേ തന്റെ ശരീരത്തിലൂടെ മണല് വാരിയിട്ടിട്ട് അവിടെ കിടന്ന് നിലവിളിക്കുമ്പോ ഉമർ തങ്ങൾ പറയുന്നു, സഅലബാ, അല്ലാഹ്
അല്ലാഹു നിന്റെ പാപം പുറത്തു തന്നു സഅലബാ. നിന്നെ അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു സഅലബാ. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, ഉമറേ എങ്ങനെയാ അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ട ഈ കണ്ണുകൊണ്ട് എങ്ങനെയാ ഞാൻ മുത്തുനബിയുടെ മുന്നിൽ വരുന്നത്? പടച്ചവനെ, എനിക്കതിന് കഴിയില്ല, എനിക്കതിന് ധൈര്യമില്ല. ഉമർ തങ്ങൾ പറഞ്ഞു, നിന്നെ ഞങ്ങളെ കൊണ്ടുപോകും. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോകും. അല്ലാഹുവിന്റെ റസൂലാ വിളിക്കുന്നത്. അവിടെന്ന് പറഞ്ഞു, ഉമറേ എന്നെ കൊണ്ടുപോകണമെങ്കിൽ എന്റെ കാലില് നിങ്ങൾ കയറ് കെട്ടിയിട്ട് ഈ പഴുത്ത് കിടക്കുന്ന മലരാരണ്യത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് എന്നെ വലിച്ചുകൊണ്ട് പോയാലേ ഞാൻ വരൂ. ഉമർ തങ്ങൾ പറഞ്ഞു, പറ്റൂല, എങ്കിലും ഞാൻ വരൂല. അവസാനം സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വരണമെങ്കിലോ പടച്ചവരെ എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാവൂ. നമസ്കരിക്കുന്ന സമയത്ത് എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാവൂ. അങ്ങനെ പാതിരാത്രി മുഴുവനും പടച്ചവനെ അവിടെ നിന്നിട്ട് സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ട് സൽമാൻ തങ്ങളും ഉമർ തങ്ങളും മുത്തുനബിയുടെ മസ്ജിദ് നബവിയിലേക്ക് പോകുകയാ. പള്ളിയിലേക്ക് പോകുമ്പോ സുബഹിന്റെ സമയമാ, നമസ്കാരം നടക്കുന്ന സമയമാ. പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ നമസ്കാരം തുടങ്ങി. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും ഒതുപെടുത്തിട്ട് പള്ളിയിൽ നമസ്കരിക്കാൻ കയറി. റബ്ബേ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, നമസ്കരിക്കാൻ പള്ളിക്കകത്തേക്ക് കേറുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന സൂറത്ത് ഏതെന്നറിയോ? അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ سوف تعلمون ثم كلا سوف تعلمون. അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തകാസുർ ഓതുകയാ. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെന്ന് പിടഞ്ഞ് താഴെ വീഴുകയാണ്. അവസാനം നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, സഅലബ എവിടെ? യാ റസൂലല്ലാഹ്, ബോധം കെട്ട് കിടക്കുന്ന നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വന്നു, അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വന്നു. അവിടെന്ന് വെള്ളം കുടിക്കാൻ കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ, അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. നീ ചെയ്ത തെറ്റിന് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. നബിയേ, ഞാൻ സാധാരണ പാപമല്ലല്ലോ ചെയ്തത്. ഞാൻ ചെയ്തത് കൊടും പാപമല്ലേ നബിയേ? വ്യഭിചാരമല്ലേ നബിയേ? അത് വൻ പാപമല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, റബ്ബ് നിനക്ക് പുറത്തു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമുണ്ടല്ലോ, നിനക്ക് അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. പക്ഷേ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്ന് നിലവിളിക്കുകയാ. അവസാനം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമർ തങ്ങളോട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോകാൻ. പടച്ചറപ്പേ, വീട്ടിൽ കൊണ്ടുപോയിട്ടും ഒരു മാറ്റമില്ല. എന്താടാ ചെയ്ത തെറ്റ്? ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ടാമതൊന്ന് നോക്കിപ്പോയി. അതിന്റെ പേരിൽ വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. 8 ദിവസമായി റബ്ബേ വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിയാ. അവസാനം സഹാബികൾ പറഞ്ഞു, യാ
റസൂലല്ലാഹ് മരണത്തോട് മല്ലടിക്കുന്നു നബിയേ. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാര് കരഞ്ഞു അല്ലാഹുവിനെ പേടിച്ചിട്ട് ഒരു പെണ്ണിനെ രണ്ടാമതൊന്ന് നോക്കിയതിന്റെ പേരില് വീടിന്റെ അകത്ത് കിടന്ന് കരഞ്ഞ് നെഞ്ചു പൊട്ടിയിട്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറയുമ്പോ മുത്തുനബി അതാ കടന്നു ചെന്നു. ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന സഅലബ ആ ചെറുപ്പക്കാരന്റെ തലയെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്നെ മടിയിലേക്ക് വെച്ചു. ആ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ചെറുപ്പക്കാരന്റെ തലയെടുത്തിട്ട് മടിയിൽ വെച്ചപ്പോ സുബ്ഹാനല്ലാഹ് തലയങ്ങ് താഴെ കിടക്കുകയാ. മുത്തുനബിയുടെ മടിയിൽ വെച്ചിരുന്ന തലയുണ്ടല്ലോ, അവിടുന്ന് തലയങ്ങ് താഴെ കെടുത്തങ്ങ് മാറ്റുകയാ. നബി ചോദിക്കുന്നു സഅലബാ എന്തിനാ നീ തലയെടുത്ത് മാറ്റുന്നത്? എന്തിനാ എന്റെ മടിയിൽ വെച്ച തലയെടുത്ത് മാറ്റുന്നത്? എല്ലാരും ആഗ്രഹിക്കുന്നത് എന്റെ മടിയിൽ തല വെക്കാനല്ലേ. സഅലബ പറയുന്നു യാ റസൂലല്ലാഹ് എനിക്കതിനുള്ള യോഗ്യതയില്ല നബിയേ, എനിക്കതിനുള്ള അർഹതയില്ല നബിയേ. അങ്ങയുടെ മടിയിൽ കിടക്കാൻ, അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ ഈ സഅലബയ്ക്ക് അർഹതയില്ല നബിയേ. ഞാൻ പാവിയാ നബിയേ, ഞാൻ പാവിയാ നബിയേ. ഞാൻ ഒരു അന്യ പെണ്ണ് കുളിക്കുമ്പോ നോക്കിയ ദ്രോഹിയാ നബിയേ. അങ്ങയുടെ മടിത്തട്ടിൽ കിടന്നു മരിക്കാൻ എനിക്ക് അർഹതയില്ല, അതിനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ അത്രയ്ക്കും വലിയ പാപമാണ് ചെയ്തത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സഅലബാ നീ ചെയ്ത പാപം പൊറുക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുത്തു നിന്റെ സർവ പാപവും അല്ലാഹു പൊറുക്കാൻ ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തരട്ടെ സഅലബാ. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ പാപങ്ങളും അല്ലാഹു പുറത്തു തരാൻ പൊറുക്കുന്ന ഒരായത്ത് പറഞ്ഞു തരട്ടെ. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ എന്റെ പ്രിയമുള്ളവരെ, അവസാനം ഖുർആനിലെ ഈ ആയത്തോതി മുത്തുനബിയുടെ മടിത്തട്ടില് തല വെച്ച് കിടന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടില് തല വെച്ച് കിടന്നു. പ്രവാചകൻ ചോദിച്ചു എന്താണ് നിന്റെ അവസ്ഥ, എന്താണ് നിന്റെ അവസ്ഥ? യാ റസൂലല്ലാഹ് എന്റെ ശരീരത്തിന് വല്ലാത്ത വേദനയാണ് നബിയേ. അവസാനം മുത്തുനബിയുടെ മടിത്തട്ടിൽ കിടന്നു സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു എന്ന ചരിത്രം പറയുമ്പോ എന്തിനാ പെങ്ങള് ഈ ചെറുപ്പക്കാർ ഇതുപോലെ കിടന്ന് നിലവിളിച്ച് കരഞ്ഞതെന്തിനെന്നറിയോ? 40 ദിവസം അല്ലാഹുവേ പർവ്വതത്തിന്റെ ഉള്ളറകളിൽ പോയി നിലവിളിച്ചതെന്തിനെന്നറിയോ? ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരുന്നപ്പോ രണ്ടാമതൊന്ന് നോക്കിയതിന്റെ പേരിലാ. ഇനി നീ നിന്നെ കുറിച്ച് ചിന്തിക്ക്, ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് വല്ല കണക്കുമുണ്ടോ? 2019 വിട പറഞ്ഞ് 2020 കാലെടുത്ത് വെച്ച ഉമ്മ ഒരു കൊല്ലം കൂടെ നീ കബറിലേക്കടുത്തുമ്മ. നിന്റെ ആയുസിൽ ഒരു കൊല്ലം കൂടെ കഴിഞ്ഞില്ലേ ചെറുപ്പക്കാരാ? അസ്റായില് വരാ സമയമായടാ. ഒരു കൊല്ലം കൂടെ നീ മരണത്തിലേക്കടുത്തു. മോനെ മരണത്തെ കുറിച്ച് ചിന്തിക്കടാ. തുഅമ്മിലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി
വകം മിൻ മരീദിൻ ആസ ദഹറൻ അലാ ദഹരി. എന്തേ ചിന്തിക്കാത്തത്? സ്വന്തം വാപ്പാടെ മയ്യത്ത് കണ്ടവര്, സ്വന്തം ഉമ്മാടെ ജനാസ കണ്ടവള്, എന്തേ നീയും മരിക്കണ്ടവളാണെന്ന് ഓർക്കാത്തതെന്ത്? പെങ്ങള്, ഒരു രോഗവുമില്ലാത്ത എത്ര പെണ്ണുങ്ങളുടെ ജനാസ കണ്ടവളാ, എത്ര പേരെ കൊണ്ട് കബറടക്കിയതാ. കൂടെ കടന്നവർ മരിച്ചില്ല, കൂടെ നടന്നവർ മരിച്ചില്ല, കൂടെ പഠിച്ചവർ മരിച്ചില്ല, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കണ്ടില്ലേ വാപ്പാ? എന്തേ നിനക്ക് നന്നാകാ തോന്നാത്തത്? ചെറുപ്പക്കാരാ, നിന്റെ കൂടെ നടന്ന എത്രയോ ചെറുപ്പക്കാര് ഇന്നിവിടത്തെ പള്ളിപ്പറമ്പിലാണല്ലോടാ. എന്തേടാ നന്നാകാ തോന്നാത്തത്? ഈ ചെറിയ പ്രായത്തിന്റെ അകത്ത് ഒരുപാട് ദ്രോഹം ചെയ്തില്ലേ? 50 വയസ്സുള്ള നിന്റെ വാപ്പ ചെയ്യാത്ത പാപം ചെയ്തില്ലേടാ? ഒരുപാട് അടിച്ചു പൊളിച്ചില്ലേ? ഒരുപാട് സുഖിച്ചില്ലേടാ ചെറുപ്പക്കാരാ? ഇനിയെങ്കിലും ഒന്ന് നിർത്തുമോനെ. എന്റെ പൊന്നു പെങ്ങന്മാരോട് ഇനിയെങ്കിലും ഒന്ന് നിർത്തൂ പെങ്ങള്. എല്ലാ കഴുകിയൊന്ന് ശുദ്ധമാക്ക്, ചിരിയൊക്കെ നിർത്ത്. ഒരുപാട് ചിരിക്കുന്നവരോട് മോനെ അബൂബക്കർ തങ്ങള് പറഞ്ഞില്ലേ, ഒരുപാട് ചിരിക്കല്ലേ, ഒരുപാട് ചിരിക്കല്ലേ. ഒരുപാട് ചിരിക്കുന്നത് അത്ര നല്ലതല്ലടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, പടച്ചവനെ, പള്ളിപ്പറമ്പിലേക്ക് പോകാ സമയമായി, നിന്റെ മൂക്കിന്റെ ദ്വാരത്തിൽ പഞ്ഞിമക്കാ സമയമായി, ഇനി കുളിപ്പിച്ചു പള്ളിയിൽ കൊണ്ടുപോകാ സമയമായി. അതുകൊണ്ട് ഒരുങ്ങിക്കോ, തയ്യാറെടുത്തോ. അള്ളാന്റെ മുന്നിൽ തൗബ ചെയ്തിട്ട് പിരിഞ്ഞോ. കരുണക്കടലായ അല്ലാ, ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ, ഇഖ്ലാസ് നൽകണേ അല്ലാ, തൗബ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.